പ്രമേഹമുണ്ടെന്ന് അറിയുന്ന രോഗികൾ ചികിത്സ എടുക്കാൻ വിമുഖത കാണിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രമേഹം അനിയന്ത്രിതമായാൽ ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കും എന്നുള്ളതാണ്. പ്രമേഹം അനിയന്ത്രിതമാകുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനെ പ്രധാനമായും മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്നും മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വലിയ രക്തധമനികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് കാലുകൾക്ക് രക്തസഞ്ചാരം കുറഞ്ഞ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, അതേപോലെ ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ പ്രശ്നം വരുന്നത് വഴി ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നത്. മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ പ്രധാനമായും 3 തരത്തിലാണ്. ഡയബറ്റിക് നെഫ്രോപ്പതി, അതായത് കിഡ്നിയെ ബാധിക്കുമ്പോൾ, അതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതി, ഞരമ്പുകളെ പ്രമേഹം ബാധിക്കുമ്പോൾ, അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി, റെറ്റിനയിൽ ഉള്ള രക്തധമനികളിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇവയാണ് പ്രമേഹം അനിയന്ത്രിതമായാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ.